ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് നമുക്കത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ മുഴുവനായി തന്നെ നമ്മളിപ്പോൾ ജ്യൂസൊക്കെ വാങ്ങും, പെപ്സി, കൊക്കോകോല അങ്ങനെയുള്ള ജ്യൂസൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വരുന്നവരുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇട്ടും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കളയും. അങ്ങനെ കളയാതെ അത് യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലത്തെ കവറെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ ആ ബോട്ടിലിൻ്റെ ആ ഒരു മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ആ കുപ്പിനാക്കി എടുത്തിട്ട് നമ്മളൊരു കത്തി ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തിട്ട് നന്നായി ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ചൂടോടുകൂടി ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ജസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ മുറിയൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഇപ്പം ഞാനിതിലേക്ക് കുക്കുംബറിൻ്റെ തോലും അതുപോലെ തന്നെ ചക്കരക്കിഴങ്ങിൻ്റെ തോലുമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും ഇതിലേക്ക് ചെറുപഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് ഇട്ടു. ഇതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കര പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഒന്ന് എല്ലായിടത്തും ആ പഞ്ചസാരൻ്റെ ഒരു അളവ് ലെവലാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറോ ഇതുപോലെ നമ്മൾ കടലപ്പൊതി ആക്കുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കിച്ചണിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിനകത്ത് നമ്മൾ എന്തെങ്കിലും വെജിറ്റബിളോ ഫ്രൂട്ട്സോ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇതുപോലെ പൊടിയീച്ച വരാറുണ്ട്. അതിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, ലൈവായി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ആ ഉള്ളത്തെ ചെറിയ ഹോളിൽ കൂടെ അതിനകത്തേക്ക് ഈ പൊടിയീച്ചകൾ പോവുകയും ചെയ്യും. പിന്നെ തിരിച്ചതിനേക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് കൂടുതലായിട്ട് പൊടിയീച്ചയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയീച്ച മുഴുവനായി തന്നെ നമുക്ക് കളയാനായിട്ടും തുരത്താനായിട്ടും നമുക്ക് സാധിക്കും കേട്ടോ. അത് നല്ലൊരു അടിപൊളി നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇനി മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസൺ വരാൻ പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് എപ്പോഴും പൊടി ഈച്ചയും വലിയ ഈച്ചയും ഒക്കെ വരാറുണ്ട്. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ വേറൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ട് അതിൻ്റെ താഴ്വശത്തെ ആ ഒരു ഇതാണ് ഞാൻ കട്ട് ചെയ്തപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ കത്തി ചൂടാക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് മുറിഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതുപോലെ ഒരു റിങ്ങിൻ്റെ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എത്രണ്ണം ഈ ഒരു കുപ്പിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് വലിയ ബോട്ടിലാണ് ഇപ്പോൾ നമ്മൾ 2 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിലൊക്കെ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഈ ചെറുതാണെന്നുണ്ടെങ്കിലും 1/2 ലിറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 ബോട്ടിൽ ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ടിപ്പുണ്ട്. അപ്പോൾ നമ്മളത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ റിങ് ആക്കി വെച്ചിരിക്കുന്നതിന് നമ്മളിതിന് ഈ ഒരു 2 വശം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കി എടുക്കുമ്പോൾ അവിടെ ഒന്ന് സോഫ്റ്റ് ആവാനാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ തട്ടി മുറിയാനും ഒക്കെ ഇപ്പോൾ തുണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ട് വലിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് എല്ലാം ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കുക. അയൺ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കി എടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു ഹാങ്ങർ എടുക്കുന്നുണ്ട്. ഹാങ്ങർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ ആ റിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാങ്ങറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാനൊരു 4 എണ്ണം വെച്ചു, രണ്ടാമതൊരു 3 എണ്ണം കൂടെ വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരെണ്ണം കൂടെ വെച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് 8 റിങ്ങാണ് ഈ ഒരു ചെറിയ 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിനെയും ഇതുപോലൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതിയാവും. അത് കറക്റ്റായി അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാം. നമുക്ക് എല്ലാം അങ്ങനെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ എല്ലാതും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ
നമ്മളിപ്പോൾ ഷോളൊക്കെ മഫ്ത ഷോള് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഷോളുകൾ, വലിയ ചുരിദാറിൻ്റെ ഷോളുകൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷോൾ നമുക്ക് പെട്ടെന്ന് എടുക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മടക്കി വെക്കുക, അല്ലെങ്കിൽ അലമാരയ്ക്കകത്ത് കൂടുതലായിട്ട് വെക്കാൻ സ്ഥലമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത് കണ്ടില്ലേ, എല്ലാ ഇതിലും നമ്മൾ 8 ഷോൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഹാങ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഹാങ് ചെയ്ത് വെക്കുന്നത് ഈ കർട്ടൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷോൾ എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ കബോർഡിനകത്താണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾ വെക്കാനായിട്ട് നമുക്ക് വേറൊരു സ്പേസ് വേണ്ട. ഈ ഒരു ഹാങ്ങറിൽ തന്നെ നമുക്കൊരു 8 ഷോൾ നമുക്ക് മടക്കി വെക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ 1-2 ഹാങ്ങറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ടിപ്പാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 ബോട്ടിൽ കട്ട് ചെയ്തു, അതിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, ആ അടപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങി കുപ്പിയിലോ കണ്ടെയ്നറിലൊക്കെ ആക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ താഴെ പോകാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഫണലിൻ്റെ രൂപത്തിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരല്പം പോലും തന്നെ പുറത്തേക്ക് പോവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ചെറിയ കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിത് ഇപ്പോൾ കാണിച്ചു തരുമ്പോൾ ജസ്റ്റ് ഇതാ ഉപ്പും പൊടിയുപ്പും ഒക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് സുഖമായിട്ട് ഒരു അല്പം പോലും താഴെ പോവാതെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് നമുക്കിത് ഓയിലൊക്കെ ആക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പാക്കറ്റിലൊക്കെ ഓയിൽ വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ എണ്ണയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു എണ്ണ ബോട്ടിലിൽ നമുക്ക് ഒരല്പം പോലും കളയാതെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരെണ്ണം മാറ്റി വെക്കുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ഒന്ന് കഴുകിയിട്ട് ഉണക്കി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരല്പം പോലും എണ്ണ പുറത്തേക്ക് പോകില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ബോട്ടിലിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സിങ്കിലൊക്കെ ചില സമയത്ത് ഇതുപോലെ ബ്ലോക്കായി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ഇതുപോലെ വെള്ളം കുറച്ച് 3/4 വെള്ളം എടുത്തിട്ട് ഇതുപോലെ ആ സിങ്കിൻ്റെ സ്ലീവിൽ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊക്കി എടുക്കുമ്പോൾ അത് അതിൻ്റെ എയർ ബബിൾസ് കുടുങ്ങിയിരിക്കുന്നത് കൃത്യമായിട്ട് പോകാനും എത്ര തന്നെ സിങ്കിൽ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് ക്ലിയർ ചെയ്യാനും നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ നമ്മളൊരു എന്തിലെങ്കിലും ആക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്ക് മുഴുവനായി തന്നെ നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സിങ്ക് ബ്ലോക്ക് ആവുന്ന സമയത്ത് ഒരു കുപ്പി മാത്രം മതി കേട്ടോ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, നമുക്കിതുപോലെ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് സാധിക്കുന്നില്ലേ, ആ ഒരു ഈസ്റ്റ് നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇളം ചൂടുള്ള പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ശരിക്കും അളവ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ്സിൽ മേലെ ഉണ്ട് കേട്ടോ പാല്, അതും കൂടി ഞാൻ ഇതിലേക്ക് പക്ഷേ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് ആക്റ്റീവ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യുക. നല്ല ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും കേട്ടോ. ഇത് ഇപ്പോൾ എനിക്ക് അത്ര കണ്ട് കറക്റ്റായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല ഈസ്റ്റ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 2.5 കപ്പോളം തന്നെ മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ശേഷം നമ്മളത് ഈ ഒരു വെള്ളം നമ്മൾ ഈസ്റ്റിൻ്റെ പാലും ചേർത്തിട്ടുള്ള മിക്സ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ ഇത് വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ആവശ്യമനുസരിച്ച് നോർമലായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് ടൈം എടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് ഓയിലോ ബട്ടറോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഒരു 2-3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരുപാട് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വരെയെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മളതൊന്ന് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാവ് നന്നായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പിന്നെ ഒന്നുകൂടെ നമ്മളത് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം കൂടി നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതിനെ ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ബൗള് ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് എടുക്കത്തില്ലേ, ഓരോ ബോൾ എടുക്കത്തില്ലേ, അതേപോലെ മാവിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഒരു കവർ യൂസ് ചെയ്ത് തന്നെ നമ്മളൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു 5-10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിന് ഓരോ ബോളെടുത്ത് നമ്മൾ മൈദാപ്പൊടി തന്നെ ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് പരത്തിയെടുക്കുക. എടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം
ഇത് കണ്ടില്ലേ, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളിതിനൊന്ന് ഓരോ ബോളായിട്ട് നമ്മളെടുത്തിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഇപ്പോൾ നമ്മളിത് പൊറോട്ടയോ ഒന്നും അല്ല കേട്ടോ, നമ്മളിത് ഈസ്റ്റൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രെഡൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല എങ്ങനെ ബ്രെഡിൻ്റെ ആ ഒരു രീതിയിലും അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് എന്ത് കറിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇറച്ചി കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് നല്ല കട്ടിക്ക് തന്നെ നമ്മളതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് എണ്ണയോ ഒന്നും തന്നെ ചേർക്കാണ്ട് നമ്മളിത് ചുട്ടെടുക്കണം. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇത് പൊള്ളി വരികയും ചെയ്യും, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.